തൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം ദിനത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ആയിരുന്നു കഴിഞ്ഞാൽ ദൈവം വലിയൊരു മഹത്വം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കർത്താവ് സർവശക്തനാണ്. ഗലാത്യർ അതിൻ്റെ 5-ാം അധ്യായം 16 മുതൽ അങ്ങോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ പറ്റും, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ഹല്ലേലൂയ. നമ്മൾ അനുസരിച്ച് നടക്കേണ്ടത് ആ ആത്മാവിനെയാണ്, കർത്താവ് നമ്മുടെ മേൽ പകർന്നിട്ടുള്ള ആത്മാവിനെ. ഇവിടെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തലനാകുന്ന പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് ഒരുവൻ നടക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആത്മാവിനെ അനുസരിച്ച് ഒരു വ്യക്തി, എനിക്ക് ഈ ലോകത്തിലെ പ്രമാണങ്ങളുണ്ട്, പക്ഷേ അതിനെക്കാട്ടിലും ആ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുന്നതിനെക്കാട്ടിലും കർത്താവ് പറയുന്ന വചനപ്രകാരം നടക്കുവാൻ ഒരു വ്യക്തി ഇഷ്ടപ്പെടുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കർത്താവ് നൽകിയ ആത്മാവ് എന്താണ് സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്താണ് സംസാരിക്കുന്നത്, അതനുസരിച്ച് നടക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ജഡം മരിക്കുവാനിടയാകും, ജഡമോഹം മരിക്കുവാനിടയാകും, ജഡ സ്വഭാവങ്ങൾ മരിക്കുവാനിടയാകും. ഈ ലോകത്തിൽ ഉയർന്നു നിൽക്കുന്ന സകലമാന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, മനുഷ്യൻ ജനിക്കുന്നത് മുതലേ അവൻ്റെ ജീവിതത്തിൽ, കുഞ്ഞുനാളുകൾ മുതലേ നമ്മൾ ജനിക്കുന്ന ആ സാഹചര്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വചനത്തിൽ തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നമ്മൾ ജനിക്കുന്നത് പാപത്തിലാണ്. അങ്ങനെ നമ്മൾ ജനിച്ച് പുറത്തു വരുമ്പോൾ അപ്പൻ്റെ 50% DNA-യും അമ്മയുടെ 50% DNA-യും നമ്മുടെ ശരീരത്തിലുള്ളവായി വരും, നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അവർ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയോ, ഏതൊക്കെ പാപഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയോ, അതിന് ഇരട്ടിയായിട്ട് അടുത്ത തലമുറയുടെ മേൽ വരുവാനിടയാകും. ഹല്ലേലൂയ. നോക്കാമെങ്കിൽ രോഗമായിരുന്നാലും പാരമ്പര്യമായിട്ട് വരുന്ന രോഗങ്ങളുണ്ട്, പാരമ്പര്യമായിട്ട് വരുന്ന ശാപങ്ങളുണ്ട്, പാരമ്പര്യമായിട്ട് വരുന്ന പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ അതിനൊക്കെയും മുട്ടയ്ക്കണമെങ്കിൽ, അതിനൊക്കെയും തകർക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറഞ്ഞു വരണം. ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ നിറഞ്ഞു വരണം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ നിറഞ്ഞു വരണം. ഈ ലോകത്തിനനുസൃതമായി നമ്മൾ നടക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ നടക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ലോകത്തിലെ അല്പനേരം നൽകുന്ന സുഖത്തിനെ അന്വേഷിച്ച് നടക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ആത്മാവിനനുസരിച്ച് നടക്കണം. നമുക്ക് നടക്കുവാൻ പറ്റത്തില്ല, ആത്മാവിനനുസരിച്ച് നടക്കുവാൻ പറ്റത്തില്ല. നമ്മുടെ നടപ്പ് ഈ ലോകത്തിലോട്ടുള്ളതായിരിക്കും. ഈ ലോകത്തിൽ കാണുന്ന ചില കാര്യങ്ങളിലോട്ടായിരിക്കും നമ്മുടെ നോട്ടവും, നമ്മുടെ നടപ്പും, നമ്മുടെ പ്രവൃത്തിയും, നമ്മുടെ സകലതും. പക്ഷെ ഇവിടെ ഗലാത്യരിൽ ഇങ്ങനെ ലേഖനം, പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ ആത്മാവിനനുസരിച്ച് നടക്കണം. നിന്റെ നോട്ടം കർത്താവിലോട്ടായിരിക്കണം, നിന്റെ ചിന്ത കർത്താവിലോട്ടായിരിക്കണം, നിന്റെ പ്രവൃത്തി കർത്താവിലോട്ടായിരിക്കണം, നീ നോക്കുന്നത് കർത്താവിലോട്ടായിരിക്കണം. ഈ ലോകത്തിനനുസൃതമായി നീ ജീവിക്കരുത്. നിന്റെ നടപ്പ് പോലും ക്രിസ്തുവിന് ഹിതകരമായിരിക്കണം. നിന്റെ ചിന്ത, നിന്റെ നോട്ടം, നിന്റെ സകല കാര്യവും കർത്താവിന് പ്രീതി തോന്നുന്നതായി മാറണം. അതിൻ്റെ 5-ാം അധ്യായത്തിൽ തന്നെ 24-25 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും, ക്രിസ്തു യേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. കണ്ടോ, അവിടെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ ക്രിസ്തുവിലാണ് ഇരിക്കുന്നതെങ്കിൽ, നീ ആത്മാവിനനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ, നിന്റെ ജഡത്തിൽ വരുന്ന സകലമാന പാപങ്ങളെ ക്രൂശിക്കുവാൻ തക്കതായ ഉയരത്തിലുള്ള ശക്തി കർത്താവ് നമ്മുടെ മേൽ നൽകുവാനിടയാകും. ഇവിടെ വചനം എന്താ പഠിപ്പിക്കുന്നത്? ആ വചനം ഒന്ന് ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? അതിന്റെ 24-25 വചനം.
കണ്ടോ, അവിടെ വചനം നമ്മളോട് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തു യേശുവിലുള്ളവർ ജഡത്തെ കണ്ടോ, ഈ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ക്രൂശിക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ മേൽ നിറയണം, ഫില്ലാകണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ ക്രൂശിക്കുവാൻ. നമ്മുടെ ജഡം നോക്കുമ്പോൾ ഹല്ലേലൂയ സകലമായ പാപങ്ങളെയും ആകർഷിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ജഡം. ഈ ലോകത്തിൽ കിട്ടുന്ന സകലതും ആകർഷിക്കുന്നൊരു വസ്തു ഉണ്ടെങ്കിൽ അത് ജഡമാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൊണ്ട് പല ഇമ്പമായി തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്, അത് ജഡത്തിൽ നിന്നുള്ളതാണ്. പക്ഷേ അതിനെ ക്രൂശിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജഡത്തിൽ ഉയർന്നു വരുന്ന സകലമായ പാപങ്ങളെയും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറച്ച്, ക്രിസ്തുവിന്റെ ശക്തിയാൽ നിറച്ച് അതിനെ ക്രൂശിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ആ വ്യക്തിയുടെ മേൽ കർത്താവ് നിറയുവാൻ തുടങ്ങും. ഒരിക്കലും ഹല്ലേലൂയ അവനെ തകർക്കുവാൻ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഫില്ലാകണം, ക്രിസ്തുവിന്റെ സ്നേഹം നിറയണം, ക്രിസ്തുവിന്റെ ശക്തി നിറയണം, ക്രിസ്തു നടക്കുന്നത് പോലെ നമ്മൾ നടക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വചനത്തിൽ വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കണം. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. കണ്ടോ, 25-ാമത്തെ വാക്യത്തിൽ വചനം നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ. നീ ജീവിക്കുന്നു, ശരിയാണ്. നമ്മൾ പറയാറുണ്ട്, ഞാൻ ഇന്ന വർഷം കൊണ്ടേ കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വന്ന് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്നും ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തിട്ട് പറയണം. ഇവിടെ വചനം നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹല്ലേലൂയ വഴി നടത്തുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഹല്ലേലൂയ കർത്താവ് നിറയ്ക്കുവാൻ തുടങ്ങും. അഭിഷേകത്താൽ, ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയ്ക്കുവാൻ തുടങ്ങും. റോമർ അതിന്റെ 8-ാം അധ്യായം 24 മുതൽ അങ്ങോട്ടുള്ള വാക്യം ഒന്ന് വായിക്കാമോ? റോമർ അതിന്റെ 8-ാം അധ്യായം 12, 13, 14 വാക്യം ഒന്ന് വായിക്കാമോ? റോമർ അതിന്റെ 8-ാം അധ്യായം 12, 13, 14 വാക്യം. കണ്ടോ, അവിടെ വചനം പറയുന്നൊരു കാര്യമുണ്ട്. നീ ജഡത്തെ അനുസരിച്ച് നടന്നാൽ നീ മരിക്കും, പാപത്തിൽ നീ മരിക്കും. ഹല്ലേലൂയ. പാപത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി പോയി വീഴുന്നത് എവിടെയാണ്? പാതാളത്തിലാണ് പോയി വീഴുന്നത്. അവിടെ നിന്ന് കരകയറി വരുവാൻ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല, ആരെ കൊണ്ടും പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ പാപത്തിൽ മരിച്ചിരിക്കുന്നുവെങ്കിൽ, പാപം നിന്നെ നിയന്ത്രിക്കുന്നുവെങ്കിൽ, നിന്നെ പാപമാണ് വഴി നടത്തുന്നതെങ്കിൽ, ജഡമാണ് നിന്നെ വഴി നടത്തുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് വിട്ടുകൊടുക്കണം. ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം പകൽക്കാലം നമ്മൾ അടുത്ത് വന്നിരിക്കുമ്പോൾ കർത്താവ് വചനത്തിൽ കൂടെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ആത്മാവിനനുസരിച്ച് നടക്കണം. നിന്റെ പാപമാണ് വഴി നടത്തുന്നതെങ്കിൽ നീ മരിക്കും നിശ്ചയം. ഇവിടെ ഹല്ലേലൂയ റോമറിൽ വചനം എന്താ പഠിപ്പിക്കുന്നത്? നീ മരിക്കും, നീ പാപത്തിൽ മരിക്കും. നീ അവിടെ ഓടിയിട്ടോ, നീ ഇവിടെ ഓടിയിട്ടോ, നീ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടോ കർത്താവ് നമ്മൾ വഴി നടത്തിയില്ല എങ്കിൽ, ആത്മാവ് നിന്നെ വഴി നടത്തിയില്ല എങ്കിൽ ഹല്ലേലൂയ നീ പാപത്തിൽ മരിക്കും നിശ്ചയം. എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല. നീ അനുസരിച്ച് നടന്നേ പറ്റത്തുള്ളൂ. ആത്മാവിനനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ പല ചട്ടങ്ങളുമുണ്ട്, നമ്മൾ അനുസരിക്കാറുണ്ട്. ഹല്ലേലൂയ. അത് ഈ ലോകത്തിലുള്ളത്. പക്ഷെ കർത്താവ് നമ്മളോട് പഠിപ്പിക്കുന്ന കൽപ്പന പ്രകാരം ഒരു വ്യക്തി കർത്താവേ അങ്ങയുടെ കൃപ മാത്രം മതി, അവിടുത്തെ കൽപ്പന പ്രകാരം ജീവിപ്പാൻ, അവിടുത്തെ സ്നേഹം നിറഞ്ഞ് ജീവിപ്പാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറയുമ്പോൾ അവന്റെ അടുക്കൽ കർത്താവ് ഇറങ്ങി വന്നിട്ട് അവനെ കർത്താവ് വഴി നടത്തുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളിൽ നോക്കാമെങ്കിൽ നമ്മൾ പലപ്പോഴും വീണു പോകുന്ന
ഒരു കാര്യം നോക്കാമെങ്കിൽ നമ്മളെ വഴി നടത്തുന്നത് ഈ ലോകമായിരിക്കും, ജഡമായിരിക്കും. അങ്ങനെ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ തുടങ്ങും. നമ്മുടെ ആത്മീക ജീവിതങ്ങളിൽ ഒരു പരാജയം വരുന്നതിന് കടന്നു വരുമ്പോൾ, മുന്നിലോട്ട് ഹല്ലേലൂയ ചില വർഷങ്ങൾ മുന്നിലോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് കർത്താവിനോടുള്ള ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോകുവാനിടയാകാം. ഹല്ലേലൂയ, ഞാൻ ഉൾപ്പെടെ ഹല്ലേലൂയ ആദ്യ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരാണ് ഹല്ലേലൂയ കൂടുതലുള്ളത്. പക്ഷെ അതിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ അങ്ങനെ ജീവിക്കുവാൻ കർത്താവ് സകലരെ സഹായിക്കട്ടെ. പക്ഷേ എൻ്റെ ജീവിതം പറയാമെങ്കിൽ ഞാൻ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട് കളഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഹല്ലേലൂയ പിന്നത്തേതിൽ അവനെ വഴി നടത്തുന്നത് ജഡമായിരിക്കും, അവനെ വഴി നടത്തുന്നത് പാപമായിരിക്കും. അവന്റെ ജീവിതത്തിൽ സകലമായ അകൃത്യങ്ങൾ വരുവാൻ തുടങ്ങും. ആദ്യം ഏതൊക്കെ പാപമാണോ നീ കളഞ്ഞു കുളിച്ചത്, ഈ പാപമൊന്നും എനിക്ക് വേണ്ടപ്പ, ഈ പാപത്തിന്റെ ശക്തിയൊന്നും എനിക്ക് വേണ്ട, ഈ ബന്ധനങ്ങളൊന്നും എനിക്ക് വേണ്ട, എന്നെ അങ്ങ് വഴി നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ആദ്യ സ്നേഹത്തിൽ അടുത്ത് വരും. പിന്നത്തേതിൽ ചില വർഷങ്ങളിലോട്ട് മാറി വരുമ്പോൾ പിന്നെ ആത്മാവല്ല നമ്മൾ വഴി നടത്തുവാൻ തുടങ്ങുന്നത്. ആത്മാവ് വഴി നടത്തുന്നവരുണ്ട് ഹല്ലേലൂയ. പക്ഷെ ചില വ്യക്തിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആദ്യ സ്നേഹം കുറഞ്ഞു വരുമ്പോൾ, ദൈവത്തോടുള്ള ഒരു അടുപ്പം കുറഞ്ഞു വരുമ്പോൾ അവിടെ ഉയർന്നു വരുന്ന ഒരു ജഡം ഉയർന്നു വരും. അവൻ ഹല്ലേലൂയ അവനെ വഴി നടത്തുവാൻ തുടങ്ങും. ജഡം ഒരു വ്യക്തിയെ വഴി നടത്തുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ വായിച്ചതുപോലെ ജഡം നിന്നെ വഴി നടത്തുന്നുവെങ്കിൽ, നമ്മളെ വഴി നടത്തുന്നുവെങ്കിൽ മരിക്കും, നിശ്ചയമാണ്. റോമറിൽ എന്താ വചനം പഠിപ്പിക്കുന്നത്? ആ റോമർ ഒന്നുകൂടെ വായിക്കുമ്പോൾ 8:12, 13, 14 വാക്യം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിനെ, ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, കണ്ടോ അവിടെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നീ മരിക്കും. ജഡത്തെയാണ് നീ അനുസരിച്ച് നടക്കുന്നതെങ്കിൽ നീ പാപത്തിൽ മരിക്കും, നിശ്ചയം. കണ്ടോ അവിടെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്നുകൂടെ ആ വാക്യം വായിക്കാമോ? കണ്ടോ, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ, അവിടെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, മരിപ്പിക്കുന്നു എങ്കിലോ, വായിക്കാം, നിങ്ങൾ ജീവിക്കും. കണ്ടോ, ആത്മാവിനാൽ ശരീരത്തിലുള്ള ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറഞ്ഞിട്ട് ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. ഹല്ലേലൂയ. ജഡത്തിൽ ഉയർന്നു വരുന്ന സകലമാന പാപത്തിന്റെ ശക്തികളെയും ജഡത്തിൽ ഉയർന്നു വരുന്ന സകലമാന ദുഷ്ടന്റെ ശക്തികളെ മുട്ടയ്ക്കണം. ഇന്ന് പകൽക്കാലം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജഡത്തിൽ എന്തൊക്കെ പാപം ഉയർന്നു വരുന്നോ, നമ്മുടെ ജീവിതത്തിൽ നോട്ടത്തിൽ പാപം വരാറുണ്ട്, സംസാരത്തിൽ പാപം വരാറുണ്ട്, പ്രവർത്തികളിൽ പാപം വരാറുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഹല്ലേലൂയ കർത്താവിനേക്കാൾ അധികം എന്തിനെ സ്നേഹിച്ചാലും അത് വിഗ്രഹമാണെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിനേക്കാൾ പലതിനെ നമ്മൾ സ്നേഹിക്കാറുണ്ട്. ഹല്ലേലൂയ. അധികമായി നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ അധികമായി സ്നേഹിക്കുന്നുണ്ട്, കർത്താവിനേക്കാൾ അധികമായി. ഒന്നാമത്തെ ഹല്ലേലൂയ സ്ഥാനം കൊടുക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിറഞ്ഞിട്ട് നിന്റെ ജഡത്തെ മരിപ്പിക്കണം. ഓരോ ഭാഗമായി ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല ഈ പാപലോകത്തെ ജയിക്കുവാനും ഈ ജഡത്തെ അതിന്റെ രാഗമോഹത്തോടെ കൂടെ കുഴിച്ചിടുവാനും അതിനെ മുറിക്കുവാനും അതിനെ മാറ്റുവാനും നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. പക്ഷെ കർത്താവിനെ കൊണ്ട് മാത്രം പറ്റും. നീ കർത്താവിൽ ആശ്രയം വെക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കുന്നുവെങ്കിൽ, ഈ പാപ സ്വഭാവം എനിക്ക് വേണ്ട, ഈ പാപത്തിന്റെ ഇഷ്ടം എനിക്ക് വേണ്ട, ഈ പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങൾ എനിക്ക് വേണ്ട, ആത്മാവേ എൻ്റെ മേൽ നിറയുക, പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ നിറയുക എന്ന് ഒരു വ്യക്തി എപ്പോൾ പ്രാർത്ഥിക്കുമോ, ഒരു വ്യക്തി എപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നെടുമ്പാട വീഴുമോ, അവന്റെ അടുക്കൽ കർത്താവ് ഇറങ്ങുവാനിടയാകും. കർത്താവ് അവന്റെ മേൽ ശക്തിയെ പകരുവാനിടയാകും. കർത്താവ്
കർത്താവ് അവൻ്റെ മേൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ പകരുവാൻ ഇടയാകും. ഇവിടെ വചനം നമ്മളോട് പഠിപ്പിക്കുന്ന വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആ 14-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? കണ്ടു, ദൈവാത്മാവിൽ നടക്കുന്നവൻ ഏവനും ദൈവമക്കളാകുന്നു. നീ ദൈവത്തിൻ്റെ ആത്മാവിലാണോ നടക്കുന്നത്? പരിശുദ്ധാത്മാവിലാണോ നടക്കുന്നത്? എങ്കിൽ നീ ദൈവത്തിൻ്റെ പൈതലാണ്. അല്ല എങ്കിൽ നീ പാപത്തിലാണ് നടക്കുന്നതെങ്കിൽ, നിന്റെ ജീവിതത്തിൽ പാപം വരുന്നുവെങ്കിൽ നീ ചിന്തിച്ചോളാം, ഞാൻ നടക്കുന്നത് ജഡപ്രകാരമാണ്. വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ ജഡത്തിൽ ജീവിക്കുന്നുവെങ്കിൽ നീ മരിക്കും. അതിന് ഹല്ലേലൂയ വേറൊരു വഴിയില്ല. നീ ജഡത്തിലാണ് ജീവിക്കുന്നുവെങ്കിൽ നീ മരിക്കും നിശ്ചയം. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ നിനക്ക് ജീവനിലേക്ക് നടക്കണമെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിലോട്ട് കയറി ചെല്ലണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ ആത്മാവിനനുസരിച്ച് നടന്നേ പറ്റത്തുള്ളൂ. ആത്മാവിനനുസരിച്ച് നടന്നേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാല കർത്താവിന്റെ കരങ്ങൾ നിങ്ങൾ വിട്ടുകൊടുത്തിട്ട് പറയണം, അപ്പ എനിക്ക് ആത്മാവിനനുസരിച്ച് നടക്കുവാൻ അവിടുത്തെ ശക്തി പകരണമേ, അവിടുത്തെ കൃപ പകരണമേ, അവിടുത്തെ സാന്നിധ്യത്തെ പകരണമേ. ഗലാത്യരുടെ 6-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു വചനം കാണുവാൻ പറ്റും. ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? ഗലാത്യർ അതിന്റെ 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. കണ്ടോ, അവിടെ വചനം നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്നുകൂടെ അത് വ്യക്തമായിട്ടൊന്ന് വായിക്കാമോ? ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് അവൻ കൊയ്യുന്നത് നാശമാണ്. ഹല്ലേലൂയ. അവന്റെ നാശമാണ് അവൻ കൊയ്യുന്നത്. നീ ജഡത്തിൽ വിതയ്ക്കുന്നുവെങ്കിൽ, നീ ജഡത്തിൽ ജീവിക്കുന്നുവെങ്കിൽ, നീ ജഡത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ, നിന്നെ നടത്തുന്ന വഴി നടത്തുന്നത് ജഡമാണെങ്കിൽ, ഹല്ലേലൂയ, അവിടെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവന് നാശമാണ് ഉണ്ടാകുന്നത്, അവന് പ്രശ്നമാണ് ഉണ്ടാകുന്നതെന്ന് വചനം നമ്മളോട് വ്യക്തമായി പഠിപ്പിക്കുന്നത്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. പക്ഷേ ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. കണ്ടോ, ആത്മാവിലാണ് നീ വിതയ്ക്കുന്നതെങ്കിൽ, നീ ആത്മാവിലാണ് നടക്കുന്നതെങ്കിൽ, നീ ആത്മാവിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവാണ് നിന്നെ നിയന്ത്രിക്കുന്നതെങ്കിൽ, നീ നിത്യത കൊയ്യുവാനിടയാകും. ഹല്ലേലൂയ. നിനക്ക് സ്വർഗരാജ്യത്തിൽ കയറി പോകുവാനിടയാകും. ഹല്ലേലൂയ. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട്, അപ്പ ഈ ലോകത്തിലുള്ള ജഡമോഹം എനിക്ക് ആവശ്യമില്ല പിതാവേ, ഈ ജഡം മരിക്കണം. എന്നെ ഹല്ലേലൂയ പ്രേരിപ്പിക്കുന്ന, പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ജഡം മരിച്ചിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ അങ്ങ് നിറയണമേ, എന്നെ അങ്ങൊന്ന് വഴി നടത്തണമേ. ഗലാത്യരിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്. അതിന്റെ 5-ാം അധ്യായം 19 മുതൽ അങ്ങോട്ടുള്ള വാക്യങ്ങൾ നമ്മൾക്ക് വായിക്കാമെങ്കിൽ അവിടെ വചനത്തിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ അതിന്റെ 5-ാം അധ്യായം 19 മുതൽ അങ്ങോട്ടുള്ള വാക്യം വായിക്കാമോ? കണ്ടോ, അവിടെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, അങ്ങനെ തുടങ്ങി പാപത്തിന്റെ ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് കാണുവാൻ പറ്റും. അതൊക്കെ ജഡത്തിന്റെ പ്രവൃത്തികളാണ്. ഒന്ന് വ്യക്തമായി ഒന്ന് വായിക്കാമോ ആ വാക്യങ്ങൾ? ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, കണ്ടോ, മുതലായവ എന്ന് വെളിവാകുന്നു. ഇങ്ങനെയുള്ള ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ഒരു നിരപ്പിന്റെ അനുഭവത്തിലോട്ട് വരണം. ഹല്ലേലൂയ. അത് നമ്മളെ കൊണ്ട് ഈ ജഡത്തെ മരിപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ പണ്ടൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, എന്നെ കൊണ്ട് സകലതും പറ്റും, ഈ പാപത്തെ ചെയ്യിക്കുവാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ ഒരു നാൾ പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വീഴുവാൻ തുടങ്ങി. കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞപ്പോഴാണ്, കർത്താവിന്റെ ശക്തി നിറഞ്ഞപ്പോഴാണ് പാപ സ്വഭാവങ്ങൾ വിടുവാൻ കർത്താവ് എൻ്റെ മേൽ കൃപ ചെയ്തത്. ഇന്ന് പകൽക്കാലം നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല പ്രിയമുള്ളവരെ. നമ്മളെ കൊണ്ട് ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും, പക്ഷേ അത് ജഡത്തിലിരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും. നിനക്ക് ആത്മാവിനനുസരിച്ച് നടക്കണമോ, ജഡത്തെ അതിന്റെ രാഗമോഹത്തോടു കൂടെ ക്രൂശിക്കണം
സൂക്ഷിക്കണമോ, പാപത്തെ ഉരിഞ്ഞു കളയണമോ, അതിന്റെ ചട്ട ഉരിഞ്ഞു കളയുന്നത് പോലെ നിനക്ക് പാപത്തിന്റെ ശക്തികൾ ഉരിഞ്ഞു കളയണമോ, അത് കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. കർത്താവ് നമ്മുടെ മേൽ നിറയുമ്പോൾ പാപത്തിന്റെ ശക്തികൾ ഒഴിഞ്ഞു പോകുവാനിടയാകും. ഹല്ലേലൂയ. അവിടെ നമ്മൾ വചനത്തിൽ കാണുമ്പോൾ ഹല്ലേലൂയ, വെളിച്ചമായാണ് കർത്താവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത്. വെളിച്ചം പ്രകാശിക്കുമ്പോൾ ഇരുള് അകന്നു മാറുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇരുട്ടത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വെളിച്ചം സ്പ്രെഡ് ആകുന്നത് പോലെ കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ പാപത്തിന്റെ ശക്തികൾ ഓടുവാൻ തുടങ്ങും. പാപത്തിന്റെ സകലമായ പ്രവൃത്തികളും അവിടെ ഇടിയുവാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളോട് പഠിപ്പിക്കും, നീ ആത്മാവിനനുസരിച്ച് നടക്കണം. ആത്മാവ് നമ്മുടെ മേൽ നിറയുമ്പോൾ നമ്മൾ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. ഹല്ലേലൂയ. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വചനത്തിൽ നമുക്ക് കാണുവാൻ പറ്റും, യേശു ഹല്ലേലൂയ ഉപവസിച്ച് ഹല്ലേലൂയ പരീക്ഷിക്കുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് കർത്താവിനെ കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ വഴി നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളെ ചില സാഹചര്യങ്ങളിൽ വീണു പോകാതെ വണ്ണം, ചില സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ വണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ സംരക്ഷകനായിട്ട് ഇറങ്ങി വരും. ചില മേഖലകൾ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ ഞാൻ ഈ കാര്യത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ പണ്ടൊക്കെ പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമാണ്, അപ്പാ ഈ പാപത്തിന്റെ ശക്തി എനിക്ക് ചെയ്യിക്കുവാൻ പറ്റുന്നില്ല, പക്ഷെ ഇതെന്റെ ജീവിതത്തിൽ വരുവാനും പാടില്ല. ഇതിനെങ്ങനെ ചെയ്യിക്കണം, ഇതിനെങ്ങനെ മറികടക്കണമെന്ന് ഞാൻ കർത്താവിനോട് ചോദിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കും, ആത്മാർത്ഥമായി സംസാരിക്കും. നീ ഇങ്ങനെ നടന്നാൽ മതി, നീ ഹല്ലേലൂയ വചനം വായിച്ചാൽ മതി, നീ കർത്താവിന്റെ സന്നിധിയിൽ താണിരുന്നാൽ മതി. എന്റെ ജീവിതത്തിൽ ഭയങ്കര കോപമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. ഹല്ലേലൂയ. 1, 2 പറഞ്ഞാൽ മൂന്നാമത്തിൽ ഞാൻ കോപിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ കർത്താവിന്റെ സ്നേഹം എന്റെ മേൽ നിറയുവാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ കോപത്തിന്റെ ശക്തികൾ, ഈ ലോകത്തിന്റെ ചെടങ്ങൾ തകരുവാൻ തുടങ്ങി. എവിടെയാണോ കർത്താവിന്റെ സാന്നിധ്യം നിറയുന്നത്, ഒരു ബോട്ടിൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, ഒരു ബോട്ടിൽ എന്തെങ്കിലും സാധനം നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറൊരു സാധനം ഫില്ല് ചെയ്യുവാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മേൽ കർത്താവിന്റെ ശക്തി ഫില്ലായിട്ടിരുന്നു കഴിഞ്ഞാൽ, കർത്താവിന്റെ സ്നേഹം ഫില്ലായിട്ടിരുന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഫില്ലായിട്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും പാപത്തിന് കടക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ശൗലോ നാൾക്ക് നാൾ ശക്തി പ്രാപിച്ചതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ആത്മാവിനനുസരിച്ച് നടന്നാൽ ഒരിക്കലും നീ നടക്കുന്ന ജഡപ്രകാരമല്ല, നീ നടക്കുന്നത് ആത്മാവിനനുസരിച്ചാണ്. ജഡത്തിൽ നീ നടക്കുന്നുവെങ്കിൽ നീ മരിക്കും ഉറപ്പാണ്, നീ പാപത്തിൽ മരിക്കും ഉറപ്പാണ്. നിനക്ക് നിത്യത കരസ്ഥമാക്കുവാൻ പറ്റത്തില്ല, നിനക്ക് സ്വർഗത്തിൽ കടന്നു പോകുവാൻ പറ്റത്തില്ല, നീ ഇവിടെ മരിക്കുവാനിടയാകും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ചിട്ട് പറയണം, അപ്പാ എനിക്ക് നിത്യത എനിക്ക് ആവശ്യമാണ്. ഞാൻ ഇതുവരെ നടന്നത് ഹല്ലേലൂയ ലോകപ്രകാരമാണ്, ജഡത്തിന് അനുസരിച്ചിട്ടാണ് ഞാൻ നടന്നത്. ഇനി എനിക്ക് ജഡത്തിന് അനുസരിച്ച് നടക്കേണ്ടത് ആവശ്യമില്ല. അങ്ങേ അനുസരിച്ച് നടക്കുക, എന്റെ മേൽ അവിടുത്തെ ശക്തിയെ പകരണമേ. കൊലോസ്യർ അതിന്റെ 3-ാം അധ്യായം 5 മുതൽ അങ്ങോട്ടുള്ള വാക്യങ്ങൾ വായിക്കാമെങ്കിൽ ഒന്ന് വായിക്കാമോ? കൊലോസ്യർ അതിന്റെ 3-ാം അധ്യായം 5, 6, 7, 8 വാക്യം ഒന്ന് വായിക്കാമോ? ആകയാൽ ദുർനടപ്പ് കണ്ടോ, അവിടെയും ചില പാപത്തിന്റെ നീണ്ട ലിസ്റ്റ് നമുക്ക് കാണുവാൻ പറ്റും. ആ പാപത്തിന്റെ ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനോട് നേച്ചു പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഇന്നലെ ഞാൻ പറയുവാനിടയായി പാപത്തിന്റെ ശക്തികളെ കുറിച്ച്. ആ പാപത്തിന്റെ ശക്തികളൊക്കെ നമ്മൾ ഏറ്റു പറഞ്ഞവരാണ്. പക്ഷേ ഇവിടെ വചനം നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ അതിനെ കൊല്ലണം, അതിനെ മരിപ്പിക്കണം. കർത്താവിന്റെ ശക്തി നിറഞ്ഞിട്ട് നമ്മൾ എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും വരുന്ന വ്യക്തികളാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. എല്ലാ ഉപവാസ പ്രാർത്ഥനയിൽ വന്നിട്ട് ഹല്ലേലൂയ മരത്തിന്റെ ചില്ല വെട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ കിളിർക്കുന്നത് പോലെ പാപത്തിന്റെ ചില്ല വെട്ടിക്കളഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതിനെ മൂടോടെ പിഴുത് കളയണം. കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ നിറഞ്ഞിട്ട് പാപത്തിന്റെ സകലമായ ശക്തികളെ പിഴുത് കളഞ്ഞ് കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമ്മൾ വഴി നടക്കണം. അവിടെ വചനം നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ വാക്യം ഒന്ന് വായിക്കാമോ? ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. കണ്ടോ, അവിടെ വചനം പഠിപ്പിക്കുന്നു ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള, അത് ആ ലാസ്റ്റ് വാക്യം ഒന്ന് വായിക്കാമോ?
ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. കണ്ടോ, വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണം. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല അതിനെ മരിപ്പിക്കാൻ. അത് കർത്താവിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. കർത്താവ് നമ്മുടെ മേൽ നിറഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ ഫില്ലായാൽ മാത്രമേ പാപത്തെ മരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ ജഡത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ മനുഷ്യനായി ജീവിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ അടുക്കൽ വരും. കർത്താവിനെ അറിയാവുന്നത് പറയുന്ന വ്യക്തിയുടെ അടുക്കൽ വരും, അല്ലാത്തവരുടെ അടുക്കലും എല്ലാവരുടെ അടുക്കലും വരും. പക്ഷേ ജഡം മരിച്ചിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, പാപം എത്ര തന്നെ അടുത്തു വന്നാലും അത് ജയം കണ്ടെത്തത്തില്ല. പാപം തകരുവാനിടയാകും, പാപം നാണം കെട്ടു പോകുവാനിടയാകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ നമ്മുടെ ജഡത്തെ മരിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന സകലമാന പാപങ്ങളെ പൂർണ്ണമായി തകർത്ത് കളഞ്ഞിട്ട് വേണം, ഒരു വിടുതൽ പ്രാപിച്ചിട്ട് വേണം ഇന്ന് പകൽക്കാലം നമ്മൾ സഭ വിട്ട് മടങ്ങി പോകുവാൻ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നീ ആത്മാവിനനുസരിച്ച് നടക്കണം, എന്നെ അനുസരിച്ച് നടക്കണം. വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയണം, അപ്പാ അവിടുത്തെ ശബ്ദത്തെ എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. തൻ്റെ ആടുകൾ നമ്മൾ വചനത്തിൽ കാണുവാൻ പറ്റും. ഇടയനാകുന്ന കർത്താവിനെ കുറിച്ച് ഒത്തിരി വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അറിയുവാൻ പറ്റും. പക്ഷേ തൻ്റെ ആടുകൾ കർത്താവിൻ്റെ ശബ്ദം അറിയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇവിടെ സഭയിലിരിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ ആടുകളാണ്. ഹല്ലേലൂയ. ആടുകൾക്ക് തൻ്റെ പ്രിയൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും, തൻ്റെ യജമാനൻ്റെ ശബ്ദം അറിയുവാൻ പറ്റും. എൻ്റെ അമ്മയുടെ പപ്പയുടെ ശബ്ദം ഏത് ദൂരത്തിരുന്ന് കേട്ടാലും എനിക്കറിയുവാൻ പറ്റും. ദോ സംസാരിക്കുന്നത് എൻ്റെ അമ്മയാണ്, ദോ സംസാരിക്കുന്നത് എൻ്റെ പപ്പയാണെന്ന് എനിക്ക് എവിടെ ഇരുന്നാലും എനിക്ക് അറിയുവാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നീ എൻ്റെ വഴിയെ നടക്കണം, എൻ്റെ ശബ്ദം നീ കേൾക്കണം. ഹല്ലേലൂയ. നമുക്ക് പറ്റുന്നുണ്ടോ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ? ഹല്ലേലൂയ. പറ്റുന്നില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തിട്ട് പറയണം, അപ്പാ അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ, അവിടുത്തെ വഴിയെ നടക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ. റോമർ അതിൻ്റെ 13-ാം അധ്യായം 13-14 വാക്യം ഒന്ന് വായിക്കും. റോമർ അതിൻ്റെ 13-ാം അധ്യായം 13-14 വാക്യം. കണ്ടോ, അവിടെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശു ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളണം. ആ വചനം ഒന്നുകൂടെ വായിക്കാമോ? പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം, വെറുകൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശൈനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുകയും. ഇന്ന് പകൽക്കാലം നമ്മൾ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണെങ്കിൽ ഒരിക്കലും ജഡം ഉയരത്തില്ല. ഒരിക്കലും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഷർട്ടും പേന്റും ഇട്ടിരിക്കുന്നു വിചാരിച്ചോ, ഇതിൻ്റെ പുറത്തൂടെ ഒരു സ്വെറ്റർ ഇട്ട് കഴിഞ്ഞാൽ, ഒരു കോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് മറയുവാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് കർത്താവിനെ നമ്മൾ ധരിക്കുവാൻ തുടങ്ങുമ്പോൾ പാപത്തിന് അവിടെ ഇരിക്കുവാൻ പറ്റത്തില്ല, അത് ഓടുവാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ നിറഞ്ഞു വരിക. ഹല്ലേലൂയ. അവിടെ വചനം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ 120 പേർ ഒരു മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാനിടയായി. അവർ പ്രാർത്ഥിച്ച് ഒരു മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവോട് വെളിപ്പെട്ട് വരുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം, അപ്പാ എൻ്റെ ഈ ജഡത്തിലുള്ള സകലമാന പാപത്തിൻ്റെ ശക്തികളെയും അതിൻ്റെ രാഹമോഹത്തോടും കൂടെ
ക്രൂശിക്കുവാൻ തക്കതായ ഉയരത്തിലുള്ള ശക്തി എന്റെ മേൽ പകരണമേ. ഇനി ജഡം ജീവിക്കേണ്ട ആവശ്യമില്ല, അങ്ങ് എന്നിൽ ജീവിക്കണമേ. പരിശുദ്ധാത്മാവിനെ വഴി നടത്തണമേ, പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കണമേ, പരിശുദ്ധാത്മാവിനെ കരം പിടിക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം ഒരു വ്യക്തി കർത്താവിന്റെ സന്നിധിയിൽ വീണ് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് അവനെ ഹല്ലേലൂയ നെഞ്ചോട് ചേർക്കുവാൻ, അവനെ ഹല്ലേലൂയ അവന്റെ സകലമായ പാപങ്ങളെ കഴുകുവാൻ കർത്താവ് സർവശക്തനാണ്. റോമറിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, 8-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാം. റോമർ അതിന്റെ 8-ാം അധ്യായം 4-ാം വാക്യം. കണ്ടോ? ഹല്ലേലൂയ. ഇവിടെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്നു. നമ്മൾ ഓരോരുത്തരും ജഡത്തെയല്ല ഇന്ന് ഒരു തീരുമാനമെടുക്കണം. ഞാൻ ഇന്ന് മുതൽ ജഡത്തെയല്ല. നമ്മൾ തീരുമാനമെടുത്താലും തെറ്റിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മേൽ പകരണമേ. ഇനി ജഡത്തെ അനുസരിച്ച് നടക്കുവാൻ എനിക്ക് ആവശ്യമില്ല, അങ്ങ് അനുസരിച്ച് നടക്കുവാൻ എൻ്റെ മേൽ അവിടുത്തെ ശക്തി ഒന്ന് പകരണമേ എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ സഹായിക്കുവാനിടയാകും. ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവർ ഹല്ലേലൂയ രാജാവ് തരുന്ന വീഞ്ഞ് കൊണ്ടോ, രാജാവ് തരുന്ന മദ്യം കൊണ്ടോ, രാജാവ് തരുന്ന ഭോജനം കൊണ്ടോ തന്നെ അശുദ്ധമാക്കുകയില്ല എന്നൊരു ദൃഢനിശ്ചയം എടുക്കുവാനിടയായി. നമുക്കൊക്കെയും അറിയാവുന്ന കാര്യമാണ്. അവർ ദൃഢനിശ്ചയം എടുത്തിട്ട് ഹല്ലേലൂയ അവർ പാപത്തിൽ പോയെന്ന് വചനം പഠിപ്പിക്കുന്നില്ല, അവർ അത് അനുഷ്ഠിക്കുവാൻ തുടങ്ങി. ഞാൻ ഇനി പാപത്തിന് പോകത്തില്ല, ഇനി എവിടെ പോയിരുന്നാലും ഏത് പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വന്നിരുന്നാലും ഞാൻ പാപത്തെ അനുസരിക്കത്തില്ല, ജഡത്തെ അനുസരിക്കത്തില്ല. ഞാൻ അനുസരിക്കുന്നത്, ഞാൻ നോക്കുന്നത് കർത്താവിനെ ആയിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കർത്താവിനോട് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പാ, എനിക്കിനി ജഡത്തെ അനുസരിച്ച് നടക്കണ്ടപ്പ, അങ്ങേ അനുസരിച്ച് നടക്കുവാൻ എൻ്റെ മേൽ അവിടുത്തെ ശക്തിയെ പകരുക, എൻ്റെ മേൽ അവിടുത്തെ കൃപയെ പകരുക. 1 യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായം 15-16 വാക്യം ഒന്ന് വായിക്കാമോ? 1 യോഹന്നാൻ അതിൻ്റെ 15-ാം അധ്യായം 2-ാം അധ്യായം 15-16 വാക്യം. കണ്ടോ? ലോകത്തെയും ലോകത്തിലുള്ളതിന് ഒന്നിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, കണ്ടോ, ഒരുത്തൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. വചനം നമ്മളോട് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാൻ മതി. ലോകത്തെയും, നമ്മുടെ സ്നേഹം ലോകത്തെയും ലോകത്തിലുള്ളതിനെയുമാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അടുത്ത വാക്യം, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ഹല്ലേലൂയ. നീ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്റെ മേലുള്ളത് ഈ ലോകത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹമില്ല. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയണമെങ്കിൽ നീ കർത്താവിനെ നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർത്തയെ മറിയയെ നമുക്കറിയുവാൻ പറ്റും. മാർത്ത പല പ്രശ്നങ്ങളാൽ നിറഞ്ഞിരുന്നപ്പോൾ മറിയ കർത്താവിൻ്റെ സന്നിധിയിലിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവൾ മാർത്ത നോക്കിയത് ലോകമായിരുന്നുവെങ്കിൽ, പക്ഷെ മറിയ നോക്കിയത് കർത്താവിൻ്റെ പാദപീഠമായിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ നോക്കേണ്ടത് കർത്താവിലോട്ടാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സ്നേഹമാണെങ്കിൽ, കർത്താവിൻ്റെ ശക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിൻ്റെ കൃപയാണെങ്കിൽ നീ ലോകത്തെ ജയിക്കും, ഉറപ്പാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ജഡം നിന്നെ മരിപ്പിക്കത്തില്ല, ഈ ജഡം നിന്നെ തകർക്കത്തില്ല, ഈ ജഡം നിന്നെ മരണത്തിൽ തള്ളിക്കളയത്തില്ല, നരകത്തിൽ കൊണ്ടിടത്തില്ല. നീ കർത്താവിനെ അനുസരിച്ച് നടക്കുന്നതെങ്കിൽ നേരത്തെ വായിച്ചതുപോലെ നിത്യജീവൻ നമുക്ക് കയറി പോകുവാൻ പറ്റും, നിത്യരക്ഷയിൽ നമുക്ക് കയറി പോകുവാൻ പറ്റും. കർത്താവ് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. മുത്തിനാൽ നിർമ്മിതമാകുന്ന വാസസ്ഥലം കർത്താവ് നമുക്ക് ഒരുക്കുവാൻ സ്വർഗത്തിലുണ്ട്, കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തിട്ട്, അപ്പൊ ഇനി ജഡത്തെ അനുസരിച്ച് എനിക്ക് നടക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ അനുസരിച്ച് നടക്കുക, എൻ്റെ മേൽ അവിടുത്തെ ശക്തിയെ പകരണമേ. നമുക്ക് പഴയ വചനത്തിലോട്ടൊന്ന് വരാമോ? ഗലാത്യർ 5-ാം അധ്യായം 16-ാം വാക്യം 16-17 വായിക്കാമോ? ഹല്ലേലൂയ. ഞാൻ തുടങ്ങിയ വചനമാണ്. ആത്മാവിനനുസരിച്ച് നടപ്പേൻ. നമ്മൾ അനുസരിച്ച് നടക്കണം. ഞാൻ ഇത്രയും നേരം ആത്മാവിനനുസരിച്ച് നടക്കണം, ലോകത്തെ ഹല്ലേലൂയ അനുസരിക്കരുത്, ജഡത്തെ അനുസരിക്കുന്നത് ഇത്രയും നേരം ഞാൻ പ്രസംഗിച്ച കാര്യമാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം
അവിടെയും കുറെ പാപത്തിന്റെ ശക്തികളുണ്ട്. അത് വിട്ടിട്ട് 22 മുതൽ അങ്ങോട്ട് വായിക്കാമോ? ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണമില്ല. ക്രിസ്തു യേശുവിനുള്ളവർ കണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാവിനനുസരിച്ച് നടക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വായിച്ച ഫലം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. 22 വാക്യം മുതൽ അങ്ങോട്ട് വായിച്ചില്ലയോ? ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലമോ സ്നേഹമുണ്ടാകും, സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, ദീർഘക്ഷമയുണ്ടാകും, ദയ ഉണ്ടാകും, പരോപകാരമുണ്ടാകും, വിശ്വസ്തതയുണ്ടാകും, സൗമ്യതയുണ്ടാകും, ഇന്ദ്രിയജയവും ഉണ്ടാകും. കണ്ടോ? നമ്മൾ ആത്മാവിനനുസരിച്ച് നടക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ അവന്റെ ഫലത്താൽ തിരിച്ചറിയുവാൻ പറ്റും നീ ദൈവത്തിനുള്ളവനാണോ ഈ ലോകത്തിനുള്ളവനാണോ. നീ അനുസരിച്ച് നടക്കുന്നത് ആത്മാവിനെയാണോ അത് ജഡത്തെയാണോ അനുസരിച്ച് നടക്കുന്നതെന്ന് ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. നീ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഫലമുണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിന്റെ ഫലത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം. കണ്ടോ? ഇവിടെ നമ്മൾ പറയാറുണ്ട്, ഞാൻ കർത്താവിനനുസരിച്ച് നടക്കുന്നുണ്ട്, ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ പാടുന്നുണ്ട്, ഞാൻ വചനം പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്റെ ജീവിതത്തിൽ സ്നേഹമില്ല എങ്കിൽ, ഇവിടെ പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ നിന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ജഡത്തെ അനുസരിച്ച് നടക്കുന്നത്, നീ പാപത്തെ അനുസരിക്കുന്നത്, ഈ ലോകത്തെ നീ അനുസരിക്കുന്നത്, നീ കർത്താവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്, ഉണ്ടാകുന്ന ഫലമാണ്. നമ്മളൊരു മാവ് നട്ട് കഴിഞ്ഞാൽ, ഒരു പേര നട്ട് കഴിഞ്ഞാൽ, ഒരു തെങ്ങ് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിൽ നിന്ന് ഫലം പറിക്കണം, അതിൽ നിന്ന് ഫലം ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. നമ്മൾ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ ഫലം കായ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ആ ഫലം നിറയുവാൻ, കർത്താവിന്റെ ശക്തി നിറയുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കും. നിങ്ങളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ കർത്താവിന്റെ ഫലമുണ്ടോ? ഞാൻ ഓടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, സകല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ കർത്താവിന്റെ സ്നേഹമില്ല എങ്കിൽ, ആ കർത്താവിന്റെ ഫലമില്ല എങ്കിൽ ഒരു പ്രയോജനമില്ല. നീ അനുസരിച്ച് നടക്കുന്ന ഈ ജഡത്തിലുള്ളതാണ്. ഈ ജഡത്തെയാണ് നീ അനുസരിച്ച് നടക്കുന്നത്. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വരണം. നിങ്ങളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഹല്ലേലൂയ. ഞാൻ പണ്ടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ പാടുന്നുണ്ടല്ലോ, ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, കർത്താവിനെ ഞാൻ അനുസരിച്ച് നടക്കുന്നു. ഒരിക്കലുമല്ല. ഹല്ലേലൂയ. അതൊക്കെ നീ ജഡത്തിലാ ചെയ്യുന്നതെന്ന് പിന്നെ അത് കർത്താവ് എനിക്ക് പറഞ്ഞു തരുവാനിടയായി. നിന്റെ ജീവിതത്തിൽ ഫലമുണ്ടോ? കർത്താവിന്റെ ഫലമുണ്ടോ എങ്കിൽ നീ ചിന്തിച്ചോ, നീ കർത്താവിനെ അനുസരിച്ച് നടക്കുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് നോക്കാമെങ്കിൽ കർത്താവ് താഴ്മയുള്ള വ്യക്തിയായിരുന്നു, എല്ലാവരും സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു, എല്ലാവരും ചേർത്തണയ്ക്കുന്ന വ്യക്തിയായിരുന്നു, എല്ലാവരും ഒരുപോലെ ഒരു കണ്ണിൽ കാണുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. പാപിയെയും ഹല്ലേലൂയ പാപമില്ലാത്തവനെയും നീതിമാനെയും ചുങ്കക്കാരനെയും ഒക്കെയും കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവ് സ്നേഹിക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ നമ്മളെ സ്നേഹിക്കുവാൻ കർത്താവിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ആ ഒരു സ്നേഹവും ആ ഒരു ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ ഉളവായി വരേണ്ടതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെയും ഒത്തിരി കഴിഞ്ഞ നാളുകളിലൊക്കെയും കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിലൊക്കെയും വിശുദ്ധിയും അതിവിശുദ്ധിയും പരിശുദ്ധിയൊക്കെ നമ്മൾ പ്രസംഗിക്കുവാനിടയായി.
അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, അപ്പ എന്നൊന്ന് വിശദീകരിക്കണമേ. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് അടുത്ത ദിവസം നമ്മൾ പാപം ചെയ്യുവാനിടയാകും. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് പറയുന്നത് അതിവിശുദ്ധിയിലോട്ട് വരണമെങ്കിൽ കർത്താവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവായി വരും. കർത്താവിനെ ധരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, പരിശുദ്ധാത്മാവിനനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നീ കർത്താവിനനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ. ആ വചനം ഒന്നുകൂടെ വായിക്കാം. അതിൻ്റെ 24-ാം വാക്യം. ക്രിസ്തു യേശുവിലുള്ളവർ അതെ അതിൻ്റെ രാഹമോഹത്തോട് ക്രൂശിക്കണം. ഇന്ന് പകൽക്കാലം ചില്ല വെട്ടിക്കളയുവാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ പറയാറുണ്ട്, ഇന്ന പാപങ്ങൾ ശുദ്ധീകരിക്കണമേ. അതൊക്കെ ഒരു ചില്ല വെട്ടലാണ്. നമ്മളൊരു മരം നട്ടിട്ട് പൊക്കത്തിലോട്ട് വളരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റി വളരാതിരിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തെ തോണ്ടിക്കളയണം. ഹല്ലേലൂയ. അതിൻ്റെ വേരിനെ തോണ്ടിക്കളയണം. ആ പാപത്തിൻ്റെ ശക്തി എവിടെയാണ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് അതിനെ തോണ്ടിക്കളയണം. ഇത് പകൽക്കാലം ഇവിടെ വചനം നമ്മളോട് പഠിപ്പിക്കുന്നത് പോലെ ക്രിസ്തു യേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഹമോഹത്തോടെ ക്രൂശിച്ചിരിക്കുന്നു. നീ ക്രിസ്തു യേശുവിലുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉയർന്നു വരേണ്ടത് കർത്താവിൻ്റെ ഫലങ്ങളായിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നതായിരിക്കണം നിന്റെ ജീവിതത്തിൽ ഉയർന്നു വരേണ്ടത്. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ഫലമല്ല കായ്ക്കേണ്ടത്. ഈ ലോകത്തിൽ തകർന്നു പോകുന്ന ഫലമല്ല കായ്ക്കേണ്ടത്. ഉയരത്തിലുള്ള ഫലം കായ്ക്കണം. കർത്താവിൻ്റെ സ്നേഹം നിറയണം. കർത്താവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയണം. റോമർ അതിൻ്റെ 6-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിക്കാം. റോമർ അതിൻ്റെ 6-ാം അധ്യായം 6-ാം വാക്യം. കണ്ടോ, അവിടെ വചനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം ഒന്നുകൂടെ വായിക്കാമോ? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം. വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഇനി ഒരിക്കലും പാപത്തിന് അടിമപ്പെടാതെ വേണം. ഹല്ലേലൂയ. നേരത്തെ വായിച്ച വചനത്തിൻ്റെ അവസാന പാർട്ടിൽ നമ്മൾ വായിച്ചു, ക്രിസ്തു യേശുവിലുള്ളവൻ ജഡത്തിനെ അതിൻ്റെ രാഗമോഹത്തോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. നീ ക്രിസ്തു യേശുവിലാണെങ്കിൽ നീ അതിനെ ക്രൂശിക്കണം. അടുത്ത് ഈ റോമറിൽ എന്താ വചനം പഠിപ്പിക്കുന്നത് ഒന്നുകൂടെ വായിക്കാമോ? ഇനി പാപത്തിന് ഒരിക്കലും അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ കണ്ടോ അവനോട് കൂടെ ക്രൂശിക്കണം. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയണം, ആ പാപ മനുഷ്യനെ തകർക്കുവാൻ, പാപ മനുഷ്യനെ ക്രൂശിക്കുവാൻ, അതിനെ മാറ്റുവാൻ അവിടുത്തെ സാന്നിധ്യത്തെ എൻ്റെ മേൽ പകരണമേ. ആ 13-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. റോമർ അതിൻ്റെ 13-ാം അധ്യായം 14-ാം വാക്യം. കണ്ടോ, അവിടെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. വചനം നമ്മളോട് വ്യക്തമായി വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ. കർത്താവിനെ ധരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വചനപ്രകാരം പരിശുദ്ധാത്മാവിന് അനുസൃതമായി നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പക്ഷെ ഇവിടെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം, നീ ധരിക്കണം, കർത്താവിനെ ധരിക്കണം. ഹല്ലേലൂയ. വചനം നമ്മളോട് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ. അടുത്ത വാക്യം ഇമ്പോർട്ടൻ്റ് ആണ്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഹല്ലേലൂയ. മോഹങ്ങൾ ജനിക്കുമാറ്. ഇനി ഒരിക്കൽ നീ കർത്താവിൻ്റെ വഴി നടക്കുവാൻ ആഗ്രഹിച്ച് നീ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവേ ഇനി ലോകം വേണ്ട, എനിക്ക് അങ്ങ് മാത്രം മതി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇവിടെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ഇനി ഒരിക്കലും ചിന്തിക്കരുത്. നീ പരിശുദ്ധാത്മാവിനെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാ നിയന്ത്രിതമായി നീ നടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവിനെ ധരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ കർത്താവിനെ ധരിച്ച വ്യക്തിയാണെങ്കിൽ, ഇനി മോഹങ്ങൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഇവിടെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, മോഹങ്ങൾ
ജനിക്കുമാറ് ജഡത്തിനായുള്ള കാര്യങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അതിനെ നീ നിർത്തണം, ബ്രേക്ക് ചെയ്യണം. മോഹങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാവേ അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കണമേ, അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ. മോഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം എടുക്കരുത്, മോഹങ്ങൾ എന്നെ വഴി നടത്തരുത്, മോഹങ്ങൾ എന്നെ നടത്തരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അങ്ങനെ നിയന്ത്രിക്കണമേ. ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമ്മൾ തണുപ്പുള്ള ഐലൻഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഹല്ലേലൂയ ഏറ്റവും നല്ല വസ്ത്രം അകത്തിട്ടിട്ട് ഏറ്റവും കൂടിയ സെക്ടർ പുറത്തിടുവാനിടയാകും. ഹല്ലേലൂയ. തണുപ്പ് ശരീരത്തിലോട്ട് അടിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും കട്ടിയുള്ള, ഏറ്റവും കനമുള്ള, ഏറ്റവും മൃദുവായിട്ടുള്ള ഒരു പഞ്ഞി കൊണ്ടുള്ള ഒരു തുണി നമ്മൾ ഇടുവാനിടയാകും. നമുക്കറിയുവാൻ പറ്റും ആ തണുപ്പ് ഇങ്ങോട്ട് ബോഡിയിലോട്ട് അടിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ആ വസ്ത്രം നമ്മൾ ധരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കർത്താവിന്റെ അതൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ വചനത്തിൽ പഠിപ്പിക്കുമ്പോൾ നീ കർത്താവിനെ ധരിക്കുന്നുവെങ്കിൽ മോഹങ്ങൾ നിന്റെ അടുക്കൽ വരുമ്പോൾ കർത്താവിന്റെ ശക്തിയാൽ നിറയുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും മോഹങ്ങൾ നിന്റെ അകത്തോട്ട് വരത്തില്ല. കർത്താവിന്റെ ഫലം എപ്പോഴും കാച്ചുകൊണ്ടിരിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. കർത്താവ് അതിനെ സഹായിക്കും. ഞാൻ ഇന്നലെ ഹല്ലേലൂയ പങ്കോട്ട് കോണത്ത് ഞാൻ പറയുവാനിടയായി ഫലങ്ങൾ നിലനിൽക്കണം. ഹല്ലേലൂയ. കൊരിന്ത്യരിലുള്ള ഒരു വചനമാണ്. ഹല്ലേലൂയ. ഫലം കായ്ക്കണം, ആ ഫലം നിലനിൽക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നീ കർത്താവിനെ പോലെ നടക്കണം. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ കർത്താവിന്റെ വഴിയെ നടക്കണം. റോമർ അതിന്റെ 8-13 വാക്യം ഒന്ന് വായിക്കാം. റോമർ അതിന്റെ 8-13 വാക്യം. കണ്ടോ, ഇവിടെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം, നീ ജഡത്തെ അനുസരിച്ച് നടന്നാൽ നീ മരിക്കും. ഇനി ഒരിക്കലും ഹല്ലേലൂയ നമ്മൾ എല്ലാ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അപ്പാ എൻ്റെ പാപങ്ങളെ മരിപ്പിക്കണമേ, എൻ്റെ പാപങ്ങളെ ശുദ്ധീകരിക്കണമേ, എൻ്റെ പാപങ്ങളെ അങ്ങ് കഴുകണമേ. ഇനി എനിക്കൊരു എൻ്റെ ജീവിതത്തിൽ ഒരു പാപവും വേണ്ട, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും വേണ്ട, ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നും വേണ്ട പിതാവേ എന്ന് നമ്മൾ എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും എല്ലാ ഞായറാഴ്ച രാവിലെ വന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനെ പൂർണ്ണമായി വെട്ടിക്കളയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എൻ്റെ പകൽക്കാല കർത്താവിനോട് പറയണം, അപ്പാ ഇനി എൻ്റെ ജീവിതത്തിൽ ജഡം ഉയരുവാൻ ഹല്ലേലൂയ ഉയരേണ്ട ആവശ്യമില്ല, അങ്ങ് എൻ്റെ ജീവിതത്തിലോട്ടൊന്ന് ഉയരണമേ, അവിടുത്തെ ശക്തി എൻ്റെ മേലെ ഉയരണമേ, പരിശുദ്ധാത്മാവിനെ വഴി നടത്തണമേ. ഹല്ലേലൂയ. അങ്ങയുടെ ഹിതമനുസരിച്ച് നടക്കുവാൻ, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് നടക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ വഴി നടത്തുവാൻ സർവശക്തനാണ്. ഒന്ന് പത്രോസ് അതിന്റെ 2-11 വാക്യം ഒന്ന് വായിക്കാം. ഒന്ന് പത്രോസ് അതിന്റെ 2-11 വാക്യം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കാമോ? പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്, കണ്ടോ, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടോ, അവിടെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട്, നിങ്ങളുടെ നല്ല പ്രവർത്തികൾ ഉളവായി വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയണം. നമ്മളെ വഴി നടത്തേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. 1 കൊലോസ്യർ അതിന്റെ 3-23, 1 കൊരിന്ത്യർ അതിന്റെ 3-23 വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ അതിന്റെ 3-23 വാക്യം. 1 കൊരിന്ത്യർ അതിന്റെ 3-23 വാക്യം. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ഹല്ലേലൂയ. അവിടെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളോ ക്രിസ്തുവിനുള്ളവൻ. നമ്മൾ ആർക്കുള്ളവനാണ്? ക്രിസ്തുവിനുള്ളവനാണ്. ഈ ലോകത്തിനുള്ളവനല്ല, ജഡത്തിനുള്ളവനല്ല, നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ഇനി മുതൽ ഞാൻ ലോകത്തിനുള്ള വ്യക്തിയല്ല, ഞാൻ ക്രിസ്തുവിനുള്ള വ്യക്തിയാണ്, ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്. ഇവിടെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളോ
ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ കർത്താവിന്റെ കരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിച്ചിട്ട് ബൈബിളുകളൊക്കെ മടക്കി വെക്കാമോ? ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം.